പന്തലൂരിൽ 3 വയസ്സുകാരിയെ ആളുകൾ നോക്കി നിൽക്കെയാണ് പുലി കടിച്ചു കൊണ്ടുപോയതെന്ന് തങ്ങൾക്ക് നേരെയും പുലി പാഞ്ഞടുത്തിരുന്നതായി ദൃക്സാക്ഷി സുന്ദർ വടിവേൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. 3 വയസ്സുള്ള കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ നിന്നാണ് പുലി കടിച്ച് കൊണ്ടുപോയത്. ഇതിന് ദൃക്സാക്ഷിയായ മനുഷ്യൻ എന്നോടൊപ്പം ഉണ്ട്. ഈ സുന്ദർ വടിവേലാണ് എന്നോടൊപ്പം ഉള്ളത്. നിങ്ങൾ അപ്പോ ഇവരുടെ തൊട്ടടുത്തുണ്ടായിരുന്നു, നിങ്ങൾ കണ്ട കാഴ്ച എന്താ? തൊട്ടടുത്തല്ല, ഞാൻ ഒരു 50 മീറ്ററിന്റെ അങ്ങോട്ട് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം റേഷൻ കടയ്ക്ക് പോകുമ്പോൾ 10 അടിന്റെ മുമ്പാണ് പുലി കാണുന്നത്. പുലി കണ്ടപ്പോൾ എന്നെ ചീറാൻ തുടങ്ങിയപ്പോൾ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പുറമേ വന്ന പണിക്കാർ, ജാർഖണ്ഡിൽ നിന്ന് വന്ന പണിക്കാർ പെണ്ണുങ്ങളും അതിനെ കണ്ടി അത് ഞങ്ങളടുത്ത് ചീറാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പേടിച്ച് ഓടിപ്പോയപ്പോൾ തന്നെ ഞങ്ങൾ 100 മീറ്ററിന് അപ്പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു പെണ്ണ് ഒരു കുട്ടീനെ എടുത്ത് വന്നുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് ബാളവാടിയിൽ നിന്ന് കുട്ടീനെ എടുത്ത് ഒരു കുട്ടീനെ കയ്യിലും പിടിച്ചിട്ട് ഒരു കുട്ടി കയ്യിലും കയറ്റിയിട്ട് ഒരു കുട്ടീനെ കയ്യിലും പിടിച്ച് വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഒച്ചയിടാ വരണ്ട അവിടെ കടുവാണ്ട് പുളിയുണ്ട് പറയുന്നുണ്ട്. അവൾക്ക് ആ പെണ്ണിന് കേട്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ആ പെണ്ണ് അസാൾട്ടായിട്ട് ഇങ്ങനെ വരുമ്പോൾ കയ്യിൽ പിടിച്ച് നടത്തി കൊണ്ടുവന്ന കുട്ടീനെ പുലി പാഞ്ഞു പിടിച്ച് വലിച്ച് ചായച്ചടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയപ്പോൾ ഞങ്ങളൊക്കെ കണ്ടപ്പോൾ നാട്ടുകാരൊക്കെ ഓടി അവിടെ ചെല്ലുമ്പോൾ തന്നെ പുലിയെ വേറെ സ്ഥലത്ത് വലിച്ചു കൊണ്ടുപോയി കുട്ടീനെ. പിന്നെ അവിടെ ചെന്ന് ഞങ്ങളൊക്കെ ആൾക്കാരൊക്കെ തെരഞ്ഞു നോക്കുമ്പോൾ തന്നെ കുട്ടി അവിടെ രക്തവെള്ളത്തിൽ അങ്ങനെ ചോരയായിട്ട് കിടക്കുക. പിന്നെ കുട്ടീനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതുകൊണ്ട് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നവരൊക്കെ തീരുമാനിച്ചിരുന്നു, നാട്ടുകാരൊക്കെ ഈ പുലിനെ വെടിവെച്ച് കൊന്ന് ഞങ്ങളെ മുമ്പ് കാണിച്ചാൽ മാത്രമാണ് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഈ സംഭവം നടന്നുകൊണ്ടേയിരിക്കും. അതായത് ഈ അമ്മയുടെ കയ്യിൽ ഒരു ചെറിയ കുഞ്ഞുണ്ട്, ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞും ഈ 3 വയസ്സുള്ള കുട്ടി ഉള്ളത്. ആ കുട്ടിയെ കടിക്കുന്നത് നിങ്ങൾക്ക് കാണേണ്ട ഒരു അവസ്ഥയായി. കുട്ടീനെ വലിച്ചു കൊണ്ടുപോകണ ഞങ്ങൾ 100 മീറ്ററിന് അങ്ങോട്ടാണ് കാണുന്നത്. കുട്ടീനെ പിടിച്ചിങ്ങനത് ഞങ്ങൾ മനസ്സിലായി. അപ്പൊ തന്നെ ഈ അമ്മ ഇങ്ങനെ ഞങ്ങളെ കുട്ടീനെ കൊണ്ടുപോയി കറഞ്ഞിങ്ങനെ നെഞ്ചിനടിച്ച് ഓടി വരുന്നത്, ഒരു കുട്ടി കയ്യിലെടുത്തുകൊണ്ട് ഒരു കുട്ടീനെ കടുവ കൊണ്ടുപോയി പറയുന്നത്. അപ്പോഴാണ് ഞങ്ങൾ നാട്ടുകാരൊക്കെ ഇറങ്ങി ആ സ്ഥലത്ത് ഓടുന്നത്. സൈറ്റിക്ക് ഓടി കുറേ തെരഞ്ഞപ്പോഴാണ് കുട്ടി കിട്ടിയത്. ചോരയോടെ അങ്ങോട്ടേ കടന്നു, ചായത്തോട്ടത്തിന്റെ ഉള്ളിൽ കടന്നു. അപ്പോഴാണ് പിന്നെ പറശ്ശക്കാർ അവരൊക്കെ വരുന്ന മുമ്പ് തന്നെ ഞങ്ങൾ കുട്ടീനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് പറശ്ശക്കാർ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ തന്നെ കുട്ടിക്ക് ജീവനില്ലാന്ന് പറഞ്ഞു ഡോക്ടർ. നിങ്ങൾക്ക് നേരെ ഈ പുലി ചീറിയല്ലോ, അപ്പൊ നിങ്ങൾ ഓടി രക്ഷപ്പെടുകയാണ് എന്താ ചെയ്തത്? ഞാൻ ഓടി രക്ഷപ്പെട്ടിട്ട് അവിടെ പോയിട്ട് ആൾക്കാരൊക്കെ വിളിച്ചു വിടാം, പുലിന്റെ ആരും പോകണ്ട, ഞങ്ങൾ ഇത് തുറത്തി വന്നതാണ്, അപ്പൊ ഞങ്ങൾ രക്ഷപ്പെട്ട് വന്നതാണ്, അതുകൊണ്ട് അങ്ങോട്ട് ആരും ചെല്ലണ്ട, ഇങ്ങോട്ട് വേറെ വഴിക്ക് മാറ്റി വിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പെണ്ണ് ആ കുട്ടീനെ എടുത്ത് വന്നത്. അപ്പം ഞങ്ങൾ ഈ സംഭവം കാണുന്നത് ഒരു 100 മീറ്ററിൻ്റെ 50 മീറ്ററിൻ്റെ 100 മീറ്റർക്ക് ഇടയ്ക്കാണ് ഈ സംഭവം ഞങ്ങൾ കാണുന്നത്, ദൂരത്തു നിന്നാണ് കാണുന്നത്. അപ്പോൾ ആ പെണ്ണിക്ക് ഞങ്ങൾ ഒച്ചയിട്ടത് കേട്ടിട്ടില്ല, അസാൾട്ടായി വന്നത് കൊണ്ടാണ് ആ പെണ്ണ് കുടുങ്ങിയത്. ആ കൊച്ചിനെ കൊണ്ടുപോയത്, 3 വയസ്സ് കൊച്ചിനെ കൊണ്ടുപോയത്, അമ്മേൻ്റെ കയ്യിൽ നിന്ന് പിടുങ്ങി കൊണ്ടുപോയതാണ് അത്. എന്തായാലും 3 ആഴ്ചക്കുള്ളിൽ ഈ പുലി 2 പേരെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് കൂടാതെ ഈ മറ്റാളുകളെ ആക്രമിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പുലിയെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഗൂഡല്ലൂരിൽ നിന്നും സാജിദ് അജ്മൽ, മീഡിയ 1.